ഇന്ന് നമുക്ക് രണ്ടാൾക്കും മടിയാണ്. അതുകൊണ്ട് എളുപ്പമുള്ളൊരു സാധനം ഉണ്ടാക്കാം. മുട്ടച്ചോറ്. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, വറ്റൽമുളക്, കറിവേപ്പില, പച്ചമുളക് ഇട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം ഒരു സവാള ചെറുതായി അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കുക. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്യുക. തക്കാളി മുറിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ഉള്ളി അത്യാവശ്യം വാടിക്കഴിഞ്ഞാൽ അതിലോട്ട് ഒരു തക്കാളി ചേർക്കുക. തക്കാളി വാടി വരുന്നതിൻ്റെ ഇടയിൽ അസിസ്റ്റൻറ്റ് ഷെഫ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മല്ലിച്ചപ്പ് റെഡിയാക്കുന്നുണ്ട്. തക്കാളി നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, പിന്നെ കുറച്ച് ബിരിയാണി മസാല. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. പൊടികളൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ചൂടാക്കാം. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഈ സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുക. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ട ചേർക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ മുട്ടയ്ക്കുള്ള സ്പേസാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള മുട്ട പൊട്ടിച്ച് ചേർക്കുക. നമ്മളിപ്പോൾ ഇതിൽ 3 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. മുട്ട ചേർത്ത പാടെ മിക്സ് ചെയ്യാണ്ട് കുറച്ച് നേരം വെക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നത് വെന്തിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. മുട്ട അത്യാവശ്യം വെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മസാലയായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഓൾറെഡി വേവിച്ച് വെച്ച റൈസ് ചേർക്കുക. നമ്മളിപ്പോൾ ബസുമതി റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് റൈസിൽ മസാലയൊക്കെ പിടിക്കുന്ന തരത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ മുട്ടച്ചോറ്. ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ടോ ഒരു ടേസ്റ്റിന്. ഇന്നത്തേത് വളരെ സിമ്പിൾ ഡിഷ് ആയതുകൊണ്ട് നമ്മൾ പണികളൊക്കെ വേഗം കഴിഞ്ഞു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ലഞ്ചിലൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ രണ്ടാളും വേഗം കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.